കണ്ണൂർ കുന്നിൽ ചുവപ്പ് മാർക്ക് അടയാളപ്പെടുത്തിയത് കർണാടക വനം വകുപ്പല്ലെന്ന സ്ഥിരീകരണം. ധാതു സമ്പത്തിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിർദ്ദേശപ്രകാരം എത്തിയ സ്വകാര്യ ഏജൻസിയാണ് അടയാളങ്ങളിട്ടത്. മുംബൈയിൽ നിന്നെത്തിയ സംഘം ADMുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, ഇത് ബഫർ സോണുമായി ബന്ധപ്പെട്ട അടയാളപ്പെടുത്തലുകളാണ് എന്നതായിരുന്നു കരുതിയിരുന്നത്. അത് ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് മാറുകയാണോ? മറ്റൊന്ന്, ധാതു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ധാതു സമ്പത്തിനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള സർവേകൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് ഒക്കെ വേണ്ടേ അത് നടത്താൻ? അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? രേണുക, ഇതിപ്പോൾ നേരത്തെ പോലീസും മറ്റുള്ളവരും നൽകിയ ഒരു വിവരമനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യാൻ എത്തിയ സീനിയർ ജിയോഫിസിസ്റ്റ് ഗൗരവ് കുമാറുമായും അതുപോലെ വിശ്വജിത് പാലുമായും, അയാൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്, ഇവർ രണ്ടുപേരുമായി സംസാരിച്ചു. ഇവർ പറയുന്നത് ഇവർ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി വന്നതാണ്. ഇവർ സ്വകാര്യ ഏജൻസിയിൽ ഉള്ളവരാണെന്നല്ല, ഇവർ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. ഒരാൾ ജിയോ ഫിസിസ്റ്റാണ്, അതുപോലെ മറ്റൊരാൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഇവർ ഈ ജിയോ ഫിസിക്കൽ മാപ്പിങ്ങിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ എത്തിയത്. കൂടുതൽ പ്രദേശങ്ങളിൽ ഇവർക്കുണ്ടായിരുന്നത് കർണാടകത്തിലായിരുന്നു. കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ ചെറിയ മാപ്പിങ്ങിന് വേണ്ടിയുള്ള ചില പോയിന്റുകൾ ഇടണമായിരുന്നു. പക്ഷേ രേണുക സൂചിപ്പിച്ചതുമാതിരി അവർ ഇത് സംസ്ഥാന സർക്കാരിനെയോ ജില്ലാ ഭരണകൂടത്തെയോ അറിയിച്ചില്ല. അപ്പോൾ അതെന്താണ് എന്ന് അവരോട് നമ്മൾ ചോദിച്ചു. അതിന് അവർ പറഞ്ഞത് ഇത് ചെറിയ ഒരു 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റി, അത് ശ്രദ്ധിച്ചില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ കർണാടകത്തിലാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു ചെറിയ 1-2 പ്രദേശങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ എന്നായിരുന്നു. ശരി, അങ്ങനെ ഒരു വീഴ്ച അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.